അപ്പം അതുപോലെ തന്നെ ചായയ്ക്ക് ഒരടുപ്പിൽ വെച്ച് ഒരടുപ്പിൽ പാലും തിളപ്പിക്കാൻ വെച്ച്. എൻ്റെ ശ്രദ്ധ ഒന്ന് മാറിയപ്പോൾ പാൽ തിളച്ച് കുറച്ചങ്ങ് അടുപ്പിൽ വീണ്. പിന്നെ കൈയോടെ തന്നെ അടുപ്പ് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ. അല്ലെങ്കിലേ അതവിടെ ഇരുന്ന് കരിഞ്ഞ് വീണ്ടും അത് വൃത്തികേടാവും. പിന്നെ അത് വൃത്തിയാക്കാനായിട്ട് കുറേ സമയമെടുക്കും. അപ്പോൾ കൈയോടെ അങ്ങ് തുടച്ചെടുത്താൽ ആ ജോലി പെട്ടെന്നങ്ങ് തീരും. പിന്നെ ഞാൻ എണ്ണ വാങ്ങിയ കവറിരുന്നത് കീറി ദോശയും ചപ്പാത്തിയൊക്കെ ചുടുന്ന കല്ലിൽ ഇങ്ങനെ തേച്ച് വയ്ക്കും. അപ്പോൾ തുരുമ്പ് പിടിക്കത്തില്ല. പനി വിട്ടുമാറാതെ നിൽക്കുന്ന കഫത്തിൻ്റെ ശല്യമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ചുക്കും പനങ്കൽക്കണ്ടും കൂടി ഒന്ന് പൊടിച്ച് വയ്ക്കാമെന്ന് കരുതി. കൂടെ കുറച്ച് കുരുമുളകും കൂടി പൊടിച്ച് വെച്ചാൽ നല്ല അടിപൊളി ഒരു മരുന്നാണ് കഫം ഇളകിപ്പോവാൻ. അങ്ങനെ അതും എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ചുക്കൊക്കെ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്നതിന് മുമ്പേ ഇതേപോലെ കല്ലിലിട്ടൊന്ന് ചതച്ചിട്ട് പൊടിച്ചാൽ ബ്ലേഡിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അങ്ങനെ അതും റെഡിയാക്കി ടിന്നിനകത്തിട്ട് അടച്ച് വെച്ചേ. പിന്നെ തിട്ടപ്പുറം എല്ലാം അങ്ങ് ക്ലീനാക്കിയതിന് ശേഷം രാവിലത്തേക്കുള്ള കഞ്ഞിയും കുക്കറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ടു. പിന്നെ തേങ്ങാപ്പാലിനുള്ള തേങ്ങയും ഒക്കെ തിരുവി അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കഞ്ഞിയൊക്കെ റെഡിയാക്കി കുടിച്ചതിന് ശേഷം ഞാൻ കട തുറക്കാനായിട്ട് ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കുറേ പിള്ളേർ നിന്ന് എന്തോ പരിപാടിയുടെ റിഹേഴ്സലാണെന്ന് തോന്നുന്നു. കൈകൊട്ടി കളിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്നിട്ട് മോള് ചെയ്യാനുള്ള ജോലിയൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ ഇറങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. ഓക്കെ, ബായ്.